പരിശുദ്ധമായ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ചെലവഴിച്ച് നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. പരിശുദ്ധമായ റമദാനിലെ നോമ്പിലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. പരിശുദ്ധമായ നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് ഇഅ്തികാഫ് ഇരിക്കുക. റമദാനല്ലാത്ത സമയങ്ങളിലും വളരെ പുണ്യകരമായ ഒരു പുണ്യമാണ്. പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മവും വിശിഷ്യ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഏറ്റവും അതിശ്രേഷ്ഠവുമായ ഒരു വിഭാഗത്താണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ഉദ്ദേശിച്ച് പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമായ പള്ളിയിൽ അതിന്റെ നിയത്തോടുകൂടി കഴിയുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഒരു പള്ളിയിൽ കയറി ഇപ്പോൾ ധാരാളമൊക്കെ പള്ളിയിലാണെങ്കിലും ഏത് പള്ളിയിലാണെങ്കിലും ആ പള്ളിയിൽ കയറുമ്പോൾ തന്നെ ഉടനെ ഈ പള്ളിയിൽ ഇഅ്തികാഫിനെ കരുതി എന്ന നിയത്തോടുകൂടി നവയ്തുൽ ഇഅ്തികാഫ ഫി ഹാദിൽ മസ്ജിദി ലില്ലാഹി തആല, ഈ പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ ഇഅ്തികാഫിനെ കരുതി എന്ന നിയത്തോടുകൂടി പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകമായ ഇബാദത്തുകളൊന്നും ചെയ്യണമെന്നില്ല. ഈ നിയത്തോടുകൂടി പള്ളിയിൽ കയറി ഇരുന്നാലും ഉറങ്ങിയാലും അങ്ങനെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ഒക്കെ അല്ലാഹു തആല പ്രതിഫലം ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നാം അറിയാതെ ഒരു സൽക്കർമ്മവും പള്ളിക്കകത്ത് ഇന്ന് ചെയ്യണമെന്നില്ല, ഖുർആൻ ഓതുന്നില്ല, തസ്ബീഹ് ചൊല്ലണമെന്നില്ല. പക്ഷേ ഇഅ്തികാഫിന്റെ നിയത്തോടുകൂടി കഴിഞ്ഞാൽ ആ പ്രതിഫലം ഇഅ്തികാഫിന്റെ പ്രതിഫലം അല്ലാഹു തആല രേഖപ്പെടുത്തും. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഅ്തികാഫ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സാധാരണ രീതിയിൽ സുന്നത്തായിട്ട് നാം ചെയ്യുന്ന ഇഅ്തികാഫ്, മറ്റൊന്ന് അത് നേർച്ചയാക്കിയിട്ട് ചെയ്യുന്ന ഇഅ്തികാഫ് ഉണ്ട്. നേർച്ചയാക്കുക എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ഒരു ദിവസം ഞാൻ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി എന്റെ അസുഖം മാറിയ ഒരു ദിവസം പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ കരുതി അങ്ങനെ കരുതുന്ന നേർച്ചയാക്കുന്ന രൂപമുണ്ട്. അങ്ങനെ ഇഅ്തികാഫിനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ പള്ളിയിൽ എത്ര ദിവസമാണോ നേർച്ചയാക്കിയത് ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ, ഭക്ഷണം, അതുപോലെ ബാത്റൂമിലേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒഴികെ ആ സമയങ്ങൾ കഴിച്ചു ബാക്കി മുഴുവൻ സമയങ്ങളും ആ പള്ളിയിൽ അയാൾ കഴിച്ചു കൂടുതൽ നിർബന്ധമാണ്. അത് നേർച്ചയായ ഇഅ്തികാഫിനാണ്. അല്ലാതെ സാധാരണ നാം ചെയ്യുന്ന ഇഅ്തികാഫിനാണെങ്കിൽ സാധാരണ അത് ഏത് ഇഅ്തികാഫാണെങ്കിലും നാം വഖഫ് ചെയ്യപ്പെട്ട പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു കയറുമ്പോൾ നിയ്യത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നിയ്യത്ത് നഷ്ടപ്പെട്ടു പോകും. പത്തരത്തിൽ ആണ് ഇഅ്തികാഫ്. അതുപോലെ ജുമുഅയിലെ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. തക്കാവുകളിലും ജുമുഅയില്ലാത്ത പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅയുള്ള പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കലാണ്. അപ്പൊ ഇതാണ് ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും നമ്മൾ പള്ളിയിൽ കയറിയാലും എവിടെ പള്ളിയിൽ കയറിയാലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇഅ്തികാഫാണ്. കാരണം നാം അറിയാതെ തന്നെ അല്ലാഹു തആല നമുക്ക് നന്മകൾ, പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്ന അമൂല്യമായ ഒരു അമലാണ് നമ്മുടെ ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ നമുക്ക് റമദാൻ മാസം ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമായില്ല എങ്കിൽ പോലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് നാം കയറുമ്പോൾ ഇഅ്തികാഫിന്റെ കൂലിയോടുകൂടി അതിന്റെ നിയത്തോടുകൂടി കയറിയാൽ നമുക്ക് അതിന്റെ പോലെ തന്നെ അല്ലാഹു തആല ധാരാളം രേഖപ്പെടുത്തും. അല്ലാഹു തആല തരത്തിൽ നന്മകളിൽ മത്സരിച്ച് മുന്നേറാൻ അല്ലാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.